ആർക്കണാക്കി കേക്ക് എന്താണ് ഉപ്പിക്ക് എന്തിനാ ആര് ബർത്ത്ഡേ? ഹായ് ഓൾ, ഞാൻ പാത്തു ആണ് കേട്ടോ. ഇന്നത്തെ വിശേഷം ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ആക്ച്വലി കുറച്ച് നേരത്തെയൊക്കെ സർപ്രൈസൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം പിന്നെ വിചാരിച്ചൊരു കേക്ക് വാങ്ങി നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് കേക്ക് കിട്ടിയത്. മക്കൾക്ക് പിന്നെ ആരെ ബർത്ത്ഡേ ആയാലും കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അതാണ് നിങ്ങൾ നേരത്തെ വന്നോ, ഞാൻ കേക്ക് കൊണ്ടുവന്നപ്പം തന്നെയുള്ള സന്തോഷമാണ് കണ്ടത് കേട്ടോ. അങ്ങനെ ഇത്തവണ ബർത്ത്ഡേക്ക് അപ്പം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ആഘോഷിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ ടെറസിൻ്റെ മുകളിലോട്ട് വിട്ടു കേട്ടോ. അവിടെ ഇതാണ് പരിപാടി. ഇതും പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആണ്. ഇക്കാക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ആക്കാമെന്ന് കരുതി ഓർഡർ ചെയ്തപ്പോഴാണ് ഒക്കെ പറഞ്ഞത് നമുക്ക് എന്തായാലും ചൂടാം, അങ്ങനെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഗ്രില്ല് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് മസാലയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത്. നമുക്ക് ചാർക്കോൾ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കരുതി കുറച്ച് ദൂരെ പോകേണ്ട കാരണം കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ഇത് സംഭവം മുകളിലോട്ട് എത്തിക്കലായിരുന്നു ഏറ്റവും വലിയ പണിയിട്ടാണ്. നമ്മൾ ഈ ഒരു ഗ്രില്ല് ചെയ്യുന്ന ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് നാൾ മുന്നേ വാങ്ങിയതാണ്. അപ്പം അത് ഏകദേശമൊക്കെ ഒന്ന് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ടായി. അപ്പം അതിൻ്റെ അത് നമ്മൾ കനൽ വാരി ഇട്ടിട്ടാണ് അത് ഒറ്റയ്ക്ക് മുകളിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇത്തവണ നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഉമ്മാനെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിട്ടാ. ആളെ വിളിച്ച് പറഞ്ഞിട്ടില്ല കേക്ക് വാങ്ങിയ കാര്യമൊന്നും. ആൾ മറന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആളൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോയേക്കണേന്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ചിലതൊക്കെ ഒന്ന് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, പുകയുന്നുണ്ട് കുറച്ചൊക്കെ. എന്നാലും നമുക്ക് 1-2 പീസ് അല്ലാത്തതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലുള്ള മെമ്മറീസൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ കൂടി അതൊരു ഓർമ്മയായിട്ട് അവിടെ കിടക്കുമ്പോൾ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഓരോ ഓർമ്മകളും നമ്മളുടെ ട്രാവലിംഗ് വീഡിയോസും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.